ഇന്നൊരു ദിവസം രാമൻകുട്ടിയുടെ കടയിൽ നിന്ന് പകർച്ച വാങ്ങി. നാളെ മുതൽ ഇവിടെ ഉണ്ടാക്കാം. എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. പച്ചക്കറിയെങ്കിൽ പച്ചക്കറി, മത്സ്യമാംസാദികളെങ്കിൽ അത്. ചാപ്പിടുമോ എന്തോ? സാപ്പിടുക. എന്താ വേണ്ടെന്ന് വെച്ചാൽ നേരത്തെ പറയണം. നല്ല സാധനം കിട്ടുന്ന സ്ഥലമല്ല ഇത്. നേരത്തെ പറഞ്ഞാൽ മിലിറ്ററി സംഘടിപ്പിക്കാം. മിലിറ്ററി കാരിയല്ല എന്നാ ഇருக்கு சாப்பாடு. அது போதும். അതല്ല, തണ്ണി സാപ്പിടുവാ. തണ്ണി തണ്ണി സാപ്പാട്ടുക്ക് അപ്പുറം. അയ്യോ, ഇവിടൊക്കെ പതിവ് തിരിച്ചാ. ആദ്യം തണ്ണി പിന്നെ சாப்பாடு. ஓ, அந்த தண்ணியா? அதெல்லாம் தேவையில்லை. தேவையில்லை சொல்றேன். നീ പോടാ, പോയി പണിയാക്കടാ. അത് വണ്ടിത്താഴത്തുന്ന. അത് ഇവിടെ പതിവാ. ശ്രദ്ധിക്കാനൊന്നും പോണ്ട. പപ്പേട്ടാ, ഒരു കഷ്ണം ഐസിങ് എടുത്തേ. ഇവിടെ ഐസും ഇല്ല, ഫ്രൂട്ട് സാലഡും ഇല്ല. ഈ സർവത്തിലിട്ട് കുടിക്കാനൊന്നും അല്ല, നെറ്റിയിലെ ചോര കഴിക്കാനാ. അതിന് വല്ല ആശുപത്രിയിലും പോവുക നല്ലത്. ഫ്രിഡ്ജിന്റെ ലൈസ് இருக்குல்ல, കൊണ്ടുവന്ന് വിടും. അല്ല സാർ, പോയാ ഇയാൾക്ക് ഇതെന്താ പറഞ്ഞാ കേട്ടാ? എന്താ പോയി രണ്ടുമൂന്ന് വലിയ കഷ്ടം എടുത്തോണ്ടേ. അടേ, രക്തം വരുത്തുപ്പാ. വേണ്ട, ഈ നല്ല തുണിയിൽ രക്തം തുടക്കണ്ട, ഞാൻ തുടച്ചോളാം. ഇതിന് നാളെ കേസായി കോടതി ചെന്നാ ഐസ് തന്നതിന്റെ പേര് സാക്ഷി പറയാനൊന്നും വരണ്ട. ഇതാരും തല്ലിയതും കുത്തിയതൊന്നും അല്ല. പിടിച്ചു തള്ളിയപ്പോ നെറ്റി മഡ്ഗാടി പോയി മുട്ടിയതാ. അതിലാർക്കാ കംപ്ലൈന്റ്? തമ്പി, എന്ന വിഷയമൊന്നുമില്ലേ. ഈ കടവെന്ന് പറയുന്നത് കുളിക്കാനും കഴുകാനും ഒക്കെ കൂടാ. ഞാൻ എന്റെ ട്രാക്ടറും കൊണ്ട് കഴുകാൻ ചെന്നപ്പോ അവൻ ഒക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്പാൻഡർ വെച്ച് അവന്റെ തലയ്ക്കൊരടി വെച്ചു കൊടുത്തു. അവൻ പിടിച്ച് തള്ളി, അങ്ങനെ ചോര വന്നു. ഒരു കാര്യം പറയാൻ മറന്നുപോയി. താങ്ക്സ്. നോ മെൻഷൻ. ഇയാളോട് ആരാ താങ്ക്സ് പറഞ്ഞ്? ഇങ്ങേര് പറഞ്ഞോണ്ടല്ലേ ഐസ് കൊണ്ട് തന്നത്. അപ്പൊ താങ്ക്സ് ഇങ്ങേർക്കല്ലേ? നന്ദി. അധികം അടുപ്പിക്കാൻ കൊള്ളൂല സാറേ. അതല്ലേ ഞാൻ ഐസ് ഇല്ലെന്ന് പറഞ്ഞത്. ഇന്ന് ഐസ് കൊടുത്താൽ നാളെ കുപ്പിയും കൊണ്ട് അകത്തേക്ക് വരും. പിന്നെ ഇതിന്റെ ഉമ്മർത്താവും കുടിയും തമ്മിത്തല്ലും.